Good morning, my dear students. Welcome back to our online class. In the last class, we have discussed our third chapter in geography. Today, we are going to discuss another topic in our third chapter. The topic is projects implemented in India to develop education and skills. See the projects. First one, Integrated Child Development Scheme, ICDS. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തേർഡ് ചാപ്റ്ററിലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അതിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രോജക്ട്സ് എന്തിനാണ്? ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രോജക്ട്സുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്, ICDS. അപ്പം നമുക്കതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു എൻഷുർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. Second goal, to provide health care for pregnant and lactating women. അപ്പോൾ ICDS എന്നുള്ള പ്രൊജക്റ്റ് അതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? ടു എൻഷുർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years, അല്ലേ? ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വുമൺസിന് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ICDS എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഗോൾസ്. ദെൻ സെക്കൻഡ് വൺ, സമഗ്ര ശിക്ഷ അഭിയാൻ, SSA. ഗോൾസ് ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. ദെൻ സെക്കൻഡ് വൺ, ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി. തേർഡ് ഗോൾ, ടു പ്രൊമോട്ട് ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ. അപ്പോൾ എന്താണ് സമഗ്ര ശിക്ഷ അഭിയാൻ? അതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി, അല്ലേ? ക്വാളിറ്റി, ഇക്വിറ്റി എന്നിവ എൻഷുർ ചെയ്യുക. ടു പ്രൊമോട്ട് ദ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ. അതുപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യുക. ഇതാണ് SSAയുടെ എയിംസുകൾ. ഇനി നെക്സ്റ്റ് വൺ, സമഗ്ര ശിക്ഷ വാസ് ഫോംഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് സർവശിക്ഷ അഭിയാൻ, SSA, ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, RMSA. ഇനി സമഗ്ര ശിക്ഷ എന്നുള്ളത് ഫോം ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇപ്പോൾ SSAയും അതുപോലെ തന്നെ RMSA രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ടു ദ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് SCRT ആൻഡ് ഡയറ്റ്, അല്ലേ? അപ്പോൾ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, SCRT, ഡയറ്റ് എന്നിവ ആണ് അതിൻ്റെ ഒരു ലക്ഷ്യം. ദെൻ നെക്സ്റ്റ് വൺ, രാഷ്ട്രീയ ഉജ്ജ്വൽ ശിക്ഷ അഭിയാൻ, RUSA. രാഷ്ട്രീയ ഉജ്ജ്വൽ ശിക്ഷ അഭിയാൻ എന്തൊക്കെയാണ് ഗോൾസ്? ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ അതിൻ്റെ ആക്സസ് ഇൻക്രീസ് ചെയ്യിക്കുക. അതുപോലെ തന്നെ എന്താണ്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വന്നിട്ടുള്ളതാണ് RUSA. ദെൻ അടുത്ത ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. എന്തൊക്കെയാണ് അതിൻ്റെ ഗോൾസ് നോക്കാം. ടു ഇംപ്രൂവ് ദി വർക്കിംഗ് സ്കിൽസ് ഓഫ് ദി യൂത്ത്. സെക്കൻഡ് ഗോൾ, ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽസ്. അതായത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം, അതാണ് പ്രൊജക്റ്റ്. അതിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ വർക്കിംഗ് സ്കിൽസ് ഓഫ് ദി യൂത്തിൻ്റെ, അല്ലേ? അതായത് ചെറുപ്പക്കാരുടെ വർക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യിക്കുക. അതുപോലെ തന്നെ ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽസ്. അതുപോലെ എംപ്ലോയബിൾ സ്കിൽസ് ഉള്ള പീപ്പിൾസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പ്രോജക്ട്സ്, അതായത് എഡ്യൂക്കേഷനും സ്കിൽസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു എയിമോട് കൂടി വന്നിട്ടുള്ള പ്രോജക്ട്സുകൾ ഇതൊക്കെ. ഇനി അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട്, അല്ലേ? ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് വേരിയസ് ലെവൽസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻ എ കൺട്രി. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷൻ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, technical education institutions, etc. are
എമംഗ് ദം. അപ്പോൾ ഈ ഏതൊക്കെയാണ് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം തന്നെ പിന്നെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലേ. അതായത് വേരിയസ് ലെവൽസിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടി വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ RTE, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് നോക്കാം. Our country has made education a fundamental right and has passed the Right to Education Act, RTE Act in 2009. The Constitution ensures the goal of elementary education for all through RTE. അപ്പോൾ എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പം നമുക്കറിയാം, അവർ കൺട്രി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഹാസ് പാസ്ഡ് ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അല്ലേ. അത് പാസ് ചെയ്തത്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പാസ് ചെയ്തത് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പോൾ ഇതിലൂടെ എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദ ഗോൾ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ത്രൂ RTE അല്ലേ. എല്ലാവർക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇതിലൂടെ ഈ RTE ആക്റ്റിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും എലമെൻ്ററി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വേരിയസ് ലെവലിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ ചില പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. അപ്പം നമുക്കിനി എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ് എക്സിസ്റ്റ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ അല്ലേ. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത്, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു ഇതാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, certain sections drop out from schools without completing primary education. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചില സെക്ഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. അതുപോലെ മറ്റൊന്ന്, ദർ ഈസ് എ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ബേസിക് ഫെസിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, അതിൻ്റെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി അല്ലേ. ബേസിക് ഫെസിലിറ്റി, ആവശ്യം വേണ്ട ബേസിക് ഫെസിലിറ്റീസ് അതില്ലാത്തൊരവസ്ഥയാണ് രണ്ടാമത്തെ പ്രശ്നം. ദെൻ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. പിന്നെ എന്തു വേണം? എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. വാട്ട് ഈസ് ഹെൽത്ത്? According to the World Health Organization, WHO, health is a state of physical, mental and social well-being. അപ്പോൾ എന്താണ് ഹെൽത്ത്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ ആണ് അല്ലേ. രണ്ടും തമ്മിൽ എന്തൊക്കെയാണ് റിലേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിനൊരു ഡെഫിനിഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, ഹെൽത്ത് എന്നതിന് എന്താണ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് അല്ലേ. ശാരീരികമായും മാനസികവുമായും സാമൂഹികവുമായിട്ടുള്ള ഒരു വെൽബീയിങ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതാണ് WHO ഒരു ഡെഫിനിഷൻ. Along with physical conditions, importance is given to mental and social conditions as well. It is the government's responsibility to ensure health care for all. Only then can each individual work for the economic development of a country. അപ്പോൾ നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എലോങ് വിത്ത് ഫിസിക്കൽ കണ്ടീഷൻസ്, ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു മെൻ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ആസ് വെൽ. അപ്പം നമ്മൾ എന്തിനോടൊപ്പം? ഫിസിക്കൽ കണ്ടീഷൻസിനോടൊപ്പം തന്നെ നമ്മൾ ഏതിനുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം? മെൻ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് അല്ലേ. മെൻ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇറ്റ് ഈസ് ദി ഗവൺമെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ഹെൽത്ത് കെയർ ഫോർ ഓൾ.
പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ്, എല്ലാവർക്കും ഹെൽത്ത് കെയർ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓൺലി ദെൻ ക്യാൻ ഈച്ച് ഇൻഡിവിജ്വൽ വർക്ക് ഫോർ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലേ. ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽത്തും വേണം, അത് ഫിസിക്കൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെൻ്റൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് ഉള്ള ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാവർക്കും ഹെൽത്ത് കെയർ എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ആ റെസ്പോൺസിബിലിറ്റി ഓരോ സിറ്റിസണും ഉറപ്പ് കൊടുക്കുമ്പോൾ എന്താണ്, അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു എക്കണോമിക് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ്, ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഹെൽത്തി പേഴ്സൺ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. അപ്പോൾ നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. എങ്ങനെയാണ്, പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദി നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അതായത് വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം വർദ്ധിക്കുക, അതുകൊണ്ട് പിന്നെ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ എന്ത് വേണം, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി അല്ലേ, എഫിഷ്യൻസി വർദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് എന്താവും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ എഫിഷ്യൻസി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. പിന്നെ എന്ത് വേണം, നാച്ചുറൽ റിസോഴ്സസ് വളരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. Then next one, medical expense can be reduced, thereby reducing the government's expenditure. പിന്നെ മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. മെഡിക്കൽ എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാൻ കഴിയുക, ദെർബൈ റെഡ്യൂസിങ് ദി ഗവൺമെൻറ്റ്സ് എക്സ്പെൻഡിച്ചർ അല്ലേ, ചികിത്സയുടെ ചെലവുകൾ അത് കുറയ്ക്കാനും അതുവഴി എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയുമെന്നുള്ളത്. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. പിന്നെ എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവണം എങ്ങനെയാണ്, ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ രീതിയിലൊക്കെയാണ് ഒരു ആരോഗ്യമുള്ള അല്ലേ, ഹെൽത്തി പേഴ്സൺസ്, ആരോഗ്യമുള്ള ഒരു വ്യക്തികൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകുന്നത് അല്ലേ, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ വിധത്തിലൊക്കെയാണ്. നെക്സ്റ്റ് വൺ, ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ. ഇനി നമ്മൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ, അപ്പോൾ എന്തൊക്കെയാണ് ഹെൽത്ത് കെയറിന് വേണ്ടി ഒരുക്കേണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്. ഹെൽത്ത് കെയർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലേ, ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ അവൈലബിലിറ്റി വേണം. ദെൻ സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ അല്ലേ, ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധജലം അതിൻ്റെ അവൈലബിലിറ്റി വേണം. ദെൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതുപോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ വേണം. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. ദെൻ ക്ലീനിനെസ് അല്ലേ, എന്തായാലും എന്താണ് ശുചിത്വം എന്നുള്ളത്, ക്ലീനിനെസ് വേണം. മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ എന്ത് വേണം, മെഡിക്കൽ ഫെസിലിറ്റീസ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, എൻഷുറിങ് ഓഫ് ലെയ്ഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇത് മാത്രം പോരാ, എന്തൊക്കെ വേണം, എൻഷുറിങ് ഓഫ് ലെയ്ഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ലെയ്ഷർ വിശ്രമവും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വിനോദവും ഉറപ്പുവരുത്തണം. ദെൻ ഹെൽത്തി എൻവിയോൺമെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ ഒരു ഹെൽത്തി എൻവിയോൺമെൻറ്റും ആവശ്യമാണ് എന്നുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് എൻഷുർ ചെയ്യുന്ന ഫെസിലിറ്റീസ്. ഇനി അതുപോലെ തന്നെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ദി ഫെസിലിറ്റീസ് അല്ലേ. ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ദി മെഡിക്കൽ സെക്ടർ. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെ തന്നെ മെഡിക്കൽ സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് മെഡിക്കൽ കോളേജസ്, ദെൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, നെക്സ്റ്റ് വൺ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, ദെൻ അനദർ വൺ ഈസ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ദെൻ ഹെൽത്ത് സബ് സെൻറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മെഡിക്കൽ കോളേജ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആൻഡ് ഹെൽത്ത് സബ് സെൻറ്റേഴ്സ്. ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. ദെൻ അടുത്തതൊന്ന് നോക്കൂ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എയിംസ് എന്നുള്ളത്, ഡൽഹി. എയിംസ് ഹാസ് ബീൻ established to make available the services of the best doctors and modern medical facilities. Now there are 7 such institutions working in different parts of the country. ഇപ്പോൾ മികച്ച ഡോക്ടർമാരുടെ സേവനവും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാം ലഭ്യമാക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 7 എയിംസുകൾ അല്ലേ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ വേറെയും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമുക്കറിയാം അല്ലേ. ദർ ആർ വേരിയസ് ഹോസ്പിറ്റൽ ഇൻ ദി കോപ്പറേറ്റീവ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. കോപ്പറേറ്റീവ് സെക്ടറിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. Many multi-specialty hospitals operate to make available modern treatment facilities. അപ്പോൾ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകളുണ്ട്. മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുന്ന ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാടുണ്ട്, നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ there are several institutions which provide different systems of medicine like ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളല്ലാതെ വേറെ തരത്തിലുള്ള അല്ലെങ്കിൽ വേറെ ചികിത്സ കിട്ടുന്ന വേറെയും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസാണ് ഏതൊക്കെ? ആയുർവേദ അല്ലേ, ആയുർവേദ, അതുപോലെ യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഇതൊക്കെ മറ്റ് ചികിത്സാ രീതികളാണ്, അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ NRHM. വാട്ട് ഈസ് NRHM? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനാണ് NRHM. എന്താണ് അതിൻ്റെ ഡ്യൂട്ടി? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഫങ്ഷൻ ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ടു ആൾ. അതായത് എല്ലാവർക്കും ഒരു ക്വാളിറ്റിയുള്ള, അതായത് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് NRHM എന്നുള്ളത്. ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഓപ്പറേറ്റ്സ് ദി റൂറൽ സെക്ടർ. ഇത് റൂറൽ സെക്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റൂറൽ സെക്ടറിൽ പ്രവർത്തിക്കുന്നതാണ് NRHM. എന്താണത്? NRHM ഫങ്ഷൻ ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ടു ഓൾ അല്ലേ. അവൈലബിൾ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് NRHM. നെക്സ്റ്റ് വൺ, അടുത്തത് ഇതേപോലെ തന്നെ ഒന്നാണ് NUHM അല്ലേ. NUHM എന്താണ് NUHM എന്നുള്ളത്? ദ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ provides improved health services to the residents of urban slums and other marginalized people in towns with a population of more than 50,000.
NUHM. എന്താണ് NUHMൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഏകദേശം ഒരു 50,000-ത്തിലും അധികം പോപ്പുലേഷനുള്ള ടൗൺസിലെ അവിടുത്തെ ചേരിയിൽ താമസിക്കുന്ന ആളുകൾ, അതാണ് സ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, ചേരിയിൽ അല്ലേ, ചേരിയിൽ താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് NUHM പ്രവർത്തിക്കുന്നത്. The National Urban Health Mission provides improved health services to the residents of urban slums and other marginalized peoples in towns with a population of more than 50,000. അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ അല്ലെങ്കിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലൈഫ് എക്സ്പെക്റ്റൻസി. എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി? Life expectancy is the average number of years that a person lives. അതായത് ശരാശരി ഒരു വ്യക്തി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു അതിനെയാണ് എന്തു പറയുന്നത്? ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ശരാശരി ഒരു വ്യക്തി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നതിന്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ ഇന്ത്യയിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് നിങ്ങൾക്കൊരു കോളം കാണാം അല്ലേ? ഇന്ത്യയിലെ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കോളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഫീമെയിൽ എത്രയാണ്? 67.7 ആണ്. മെയിലാണെങ്കിലോ 64.6 ആണ്. ടോട്ടല് 66.1 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിലെ ഈ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ NRHM-ഉം അതുപോലെ തന്നെ NUHM ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരമൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഈ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഇംപ്രൂവ്ഡ്. അല്ലേ? ഇന്ത്യയിലെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മൂലം. അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 3rd ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. അല്ലേ? ആദ്യം നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രൊജക്ട്സുകളാണെന്ന് പറഞ്ഞു. Then after that we have discussed the Right to Education Act. Right to Education Act. And after that we have discussed the problems exist in education sector. Then after that we have discussed the human resource development and healthcare. After that we have discussed how healthy persons can participate in the progress of a country. Then we have learned the facilities to be ensured for healthcare. And after that we have learned the government institutions that work at different levels in the medical sector. At last we have discussed the NRHM and NUHM. And as usual I am going to give an assignment for you. Write a note on the projects implemented in India to develop education and skills. Once again, write a note on the projects implemented in India to develop education and skills. Okay, see you in the next section. Thank you.